ഇതിലെ കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടെ ചേരുന്നുണ്ട്. ജിഷ്ണു, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം തയ്യാറാവുകയാണ്. ചർച്ചകൾക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്ത ആഴ്ച റഷ്യ സന്ദർശിക്കും. നിർണായകമായ ഒരു സന്ദർശനം തന്നെയായിരിക്കും. ഒപ്പം ലോകം തന്നെ ഉറ്റുനോക്കുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം തന്നെയാണ്. അതിൽ മധ്യസ്ഥത വഹിക്കുന്നത് ഭാരതം എന്ന് പറയുന്നത് രാജ്യാന്തര അല്ലെങ്കിൽ ലോകത്തിലെ വിശ്വഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരുന്നു എന്നുള്ളൊരു കാര്യം. ഒപ്പം സമാധാന ദൂതൻ, സമാധാന ശ്രമങ്ങൾക്ക് ഉള്ളൊരു ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം മാറുക കൂടി തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, തീർച്ചയായും ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ഒരു സന്ദർശനമായിരിക്കും ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യ സന്ദർശനം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ 2.5 വർഷത്തോളമായി നിലനിൽക്കുന്ന യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നത്തിന് സമാധാന ഉടമ്പടി നൽകാൻ അല്ലെങ്കിൽ അതിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതത്തിന് സാധിക്കും എന്നുള്ളത് ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നത്. കൂടാതെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലും ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന വളരെ കൃത്യമായ സന്ദേശം ഭാരതം ഈ ഒരു വിഷയം, യുക്രൈൻ റഷ്യ വിഷയം സമാധാനത്തിലൂടെ പരിഹരിക്കണം. ആളുകളെ ജീവനെടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധത്തിലൂടെയല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്, പകരം സമാധാനപരമായി ചർച്ചകളിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിന് മുൻപിലും ഒപ്പം യുക്രൈൻ പ്രസിഡന്റിന് മുൻപിലും വെച്ചിരുന്നു. അത്തരത്തിൽ സമാധാന ചർച്ചകൾക്ക് ഭാരതം തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ സമാധാന ഉടമ്പടിക്കപ്പുറത്തേക്ക് ഭാരതത്തിന്റെ നിലപാടുകൾക്ക് ഇന്ന് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സമാധാന ഉടമ്പടിക്ക് നേതൃത്വം നൽകാനും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും ഭാരതത്തിന് സാധിക്കുന്നു എന്നുള്ളത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഭാരതത്തിന്റെ വില എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടിയുമായിട്ടായിരിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ആഴ്ചയായിരിക്കും അദ്ദേഹം റഷ്യയിലെത്തുന്നത്. അവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള റഷ്യൻ ഭരണാധികാരികളുമായും ഒപ്പം ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തും. അത്തരത്തിലൊരു ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചാൽ ഭാരതം മധ്യസ്ഥത നിന്നുകൊണ്ട് ഈ റഷ്യൻ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ സാധിച്ചാൽ തന്നെ നിർണായകമായ സന്ദർശനം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.